പശ്ചിമേഷ്യയിൽ സംഘർഷത്തിന് ഇപ്പോഴും അയവ് വരുന്നില്ല എന്നുള്ളതാണ്. വെടിനിർത്തലുണ്ട് എന്നത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ വരുന്ന ഘട്ടത്തിലും അക്രമ സംഭവങ്ങൾ വീണ്ടും റിപ്പോർട്ട് ചെയ്യുകയാണ്. അബുദാബിയിൽ നിന്നും ചില വാർത്തകൾ വരുന്നു. അബുദാബിയിൽ ഇറാന്റെ മിസൈൽ ആക്രമണ ശ്രമത്തിൽ 2 തീപിടുത്തമുണ്ടായിരിക്കുകയാണ്. അപകടത്തിൽ 5 ഭാരതീയർക്ക് പരിക്കേറ്റു. UAEയുടെ പ്രതിരോധ സംവിധാനം തകർത്ത മിസൈലിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചാണ് അപകടമുണ്ടായത്. സിൻസ് സെബാസ്റ്റ്യൻ വിവരങ്ങളുമായി ചേരുകയാണ്. സിൻസ്, എപ്പോഴാണ് ഈ മിസൈൽ ആക്രമണം ഉണ്ടായത്? UAEയുടെ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്തുകൊണ്ട് ഈ മിസൈൽ കുതിച്ചെത്തുകയായിരുന്നു. ഭാരതീയർക്ക് പരിക്കേറ്റു എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണല്ലോ പുറത്തു വരുന്നത്. ഡ്രോണുകളെ പ്രതിരോധ സംവിധാനം വിജയകരമായി പ്രതിരോധിക്കുന്നതിനിടെയാണ് അബുദാബിയിൽ 2 തീപിടുത്തമുണ്ടായത്. UAEയുടെ പ്രതിരോധ സംവിധാനം തകർത്ത മിസൈലിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചാണ് തീപിടുത്തമുണ്ടായിരിക്കുന്നത്. അബുദാബിയിലെ പ്രത്യേക സാമ്പത്തിക മേഖലയായ കിസാഡിന്റെ പരിസരത്താണ് തീപിടുത്തം. ഇതിലാണ് 5 ഇന്ത്യക്കാർക്ക് ഗുരുതരമല്ലാത്ത പരിക്ക് പറ്റിയത്. നിലവിൽ സിസിടിവി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയാണ് ആക്രമണം ഉണ്ടായത്. പുലർച്ചെ 3:26 ആദ്യ മുന്നറിയിപ്പ് സന്ദേശം താമസക്കാർക്ക് ലഭിച്ചത്. തുടർന്ന് 4:05 രാവിലെ 6:24 മിസൈൽ ഭീഷണി ഉണ്ടെന്നും പ്രതിരോധ സംവിധാനങ്ങൾ അവയെ നേരിടുകയാണെന്നും അധികൃതർ സ്ഥിരീകരിച്ചു. ബാലിസ്റ്റിക് മിസൈലുകളെയും ഡ്രോണുകളെയും പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കുകയായിരുന്നു. അതിന്റെ അവശിഷ്ടങ്ങളാണ് പതിച്ചാണ് ഇപ്പോൾ 5 ഭാരതീയർക്ക് പരിക്ക് പറ്റിയിരിക്കുന്നത്. വിവിധ എമിറേറ്റുകളിൽ ഉഗ്രശബ്ദം കേട്ടത് മിസൈലുകൾ തകർക്കുന്നതിന്റെ ഭാഗമാണെന്ന് ഇപ്പോൾ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ജാഗ്രതാ നിർദ്ദേശവും അധികൃതരുടെ ഭാഗത്ത് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. സുരക്ഷിത സ്ഥാനങ്ങൾ തുടരാനും ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കാനും ജനങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. തകർന്നു വീണ മിസൈലുകളുടെ ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ തൊടാനോ അവയുടെ ചിത്രങ്ങൾ പകർത്താനോ ശ്രമിക്കരുത്. ഇത്തരം വസ്തുക്കൾ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ എമർജൻസി വിഭാഗത്തെ അറിയിക്കണമെന്നും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും സാധാരണക്കാരുടെയും തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ സുരക്ഷിക്കാണ് മുൻഗണനയെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം അബുദാബിയിൽ ഇറാന്റെ മിസൈൽ ആക്രമണ ശ്രമത്തിൽ 2 തീപിടുത്തമുണ്ടായിരിക്കുകയാണ്. അപകടത്തിൽ 5 ഭാരതീയർക്ക് പരിക്കേറ്റിരിക്കുന്നു. UAEയുടെ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്ത് വന്ന മിസൈലിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഷിൻസാണ് അബുദാബിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. സൗദിയിൽ അമേരിക്കയുടെ വ്യോമതാവളങ്ങളിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 12 US സൈനികർക്ക് പരിക്കേറ്റിരിക്കുന്നു. ബഹ്റൈനിലും ഇറാൻ ആക്രമണം നടത്തി. ആക്രമണത്തെ തുടർന്നുണ്ടായ തീ അണയ്ക്കാനുള്ള നടപടികൾ തുടരുന്നുവെന്നാണ് ബഹ്റൈൻ വ്യക്തമാക്കുന്നത്. ടെഹ്റാൻ, കറാച്ച്, ഇൻഫാൻ ബിഷർ തുടങ്ങിയ ഇറാനിയൻ നഗരങ്ങളിൽ അതിശക്തമായ ആക്രമണം ഇസ്രായേലും തുടരുകയാണ്. വിവരങ്ങൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസാണ് നൽകുന്നത്. ഐസൺ, ഈ ഇറാൻ ഇപ്പോൾ ഈ സൗദിയിലേക്ക് നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ 12 US സൈനികർക്ക് പരിക്കേറ്റു എന്ന് പറയുമ്പോൾ അടുത്ത കാലത്തായി ഒരു സമാധാനത്തിൻ്റെ ശ്രമങ്ങൾ എവിടെയൊക്കെയോ രൂപപ്പെടുന്നുണ്ടായിരുന്നു. അതായത് 10 ദിവസത്തേക്ക് കൂടി ആ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായതാണ്. പക്ഷേ അതിനിടയിൽ വീണ്ടും പ്രശ്നങ്ങൾ രൂക്ഷമാകുകയാണോ? ഗൗതം, ഈ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് 3 ആണവ കേന്ദ്രങ്ങളിലേക്ക് ഇന്നലെ ഇസ്രായേൽ നടത്തിയ ആക്രമണമാണ്. ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുന്ന ഒരു നീക്കം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ആണവ കേന്ദ്രത്തിൽ കൃത്യമായ ഒരു ആക്രമണം നടത്തി. ആ ആണവ കേന്ദ്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്ലൂട്ടോണിയം വേർതിരിക്കുന്ന ഒരു ആണവ കേന്ദ്രമാണ്. ആ പ്ലൂട്ടോണിയം ബോംബുകളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ആയുധവൽക്കരിക്കുന്ന ആണവ ഊർജ്ജത്തിൻ്റെ ആ ഒരു രൂപമാണ് പ്ലൂട്ടോണിയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ വസ്തു. അതുകൊണ്ട് തന്നെ അത്തരം കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുകയും സ്വാഭാവികമായും ഇസ്രായേലിൻ്റെ ആക്രമണം തങ്ങൾക്കെതിരെ ഉണ്ടാകുമ്പോൾ ഇസ്രായേലിൻ്റെ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിന് ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ മറ്റ് UAE രാജ്യങ്ങൾക്ക്, അതായത് ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയാണ്. ഇതിൻ്റെ ഭാഗമായാണ് സൗദിയിലെ എയർബേസിലേക്ക് ആക്രമണം നടത്തിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൗദി എയർബേസിലേക്ക് നടത്തിയ ആക്രമണത്തിൽ 12 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 12 US സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ പരിക്കേറ്റ 12 പേരിൽ 2 പേരുടെ നില ഗുരുതരമാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ ബഹ്റൈനിലും സമാന രീതിയിലുള്ള ആക്രമണം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഏതാണ്ട് നിരവധി തീപിടുത്തം ആ മേഖലകളിലെല്ലാം തന്നെ വൻതോതിൽ തീപടരുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും അത് രക്ഷാപ്രവർത്തനം തുടരുകയാണെന്നാണ് ബഹ്റൈനിൽ നിന്നും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഇസ്രായേൽ അതിശക്തമായ ആക്രമണം ഇറാനിൽ നടത്തുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ ടെഹ്റാൻ, കറാച്ച്, ഇസ്ഫാഹൻ ആണവ നിലയമൊക്കെയുള്ള പ്രദേശമാണ്. അതുപോലെ തന്നെ ബുഷെഹർ എന്ന് പറയുന്ന മേഖലയിലും ശക്തമായ ആക്രമണം, മറ്റു 2-3 നഗരങ്ങളിലും അതിശക്തമായ ആക്രമണം നടന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഈ
ആക്രമണം, ശക്തമായ ആക്രമണം ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ വരെ ലക്ഷ്യം വയ്ക്കുന്ന ഒരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമാണ് ഇപ്പോൾ ഉള്ളത്. അധികകാലം യുദ്ധം നീണ്ടു നിൽക്കില്ല. പൂർണ്ണമായും ഇറാൻ്റെ ആണവ സംവിധാനങ്ങളെ കൂടി നിഷ്പ്രഭമാക്കുന്നതിനുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്നാണ് നിലവിലെ സൂചനകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ നടന്ന ആണവ കേന്ദ്രങ്ങളിലേക്ക് 3 ആണവ കേന്ദ്രങ്ങളിലേക്ക് വളരെ കൃത്യമായ ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്നിപ്പോൾ വീണ്ടും അതിശക്തമായ ആക്രമണം ഇറാൻ്റെ പല മേഖലകളിലും പല നഗരങ്ങളിലും തുടരുന്നൊരു സാഹചര്യം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ അമേരിക്ക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഊർജ്ജോൽപാദന കേന്ദ്രങ്ങൾക്കും അതുപോലെ തന്നെ പവർ ഗ്രിഡുകൾ, അതായത് ഊർജ്ജോൽപാദന കേന്ദ്രങ്ങളിൽ നിന്നും ട്രാൻസ്മിഷൻ നടക്കുന്ന പ്രധാനപ്പെട്ട ലൈനുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടാകില്ല. അത് 10 ദിവസത്തേക്ക്, ഇന്നലെ 10 ദിവസത്തേക്ക് കൂടി ദീർഘിപ്പിക്കുന്നു എന്ന നിലപാട് ട്രംപ് അറിയിച്ചിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള സൈനിക സംവിധാനങ്ങളെ, ഹോർമൂസിലെ സൈനിക സംവിധാനങ്ങളെയും അനുബന്ധ സൈനിക സംവിധാനങ്ങളെയും പൂർണ്ണമായും തകർക്കുന്ന നീക്കങ്ങൾ തുടരുമെന്ന നിലപാട് തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ളത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇസ്രായേൽ അതിശക്തമായ ആക്രമണം നടത്തുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഓക്കെ ഐസാൻ, എന്തായാലും പശ്ചിമേഷ്യയിൽ സംഘർഷത്തിന് അയവില്ല എന്ന ദുഃഖകരമായ വാർത്ത തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. ഒരു ഭാഗത്ത് അയൽ രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനം തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ UAE-ലും അതോടൊപ്പം തന്നെ സൗദി അറേബ്യയ്ക്കും നേരെ മിസൈൽ ആക്രമണം ഇറാൻ നടത്തിയിരിക്കുകയാണ്. സൗദിയിൽ US-ന്റെ സൈനിക താവളത്തിന് നേരെ, വ്യോമതാവളത്തിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തിൽ 12 അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റിരിക്കുന്നു. UAE-ലും സമാനമായ രീതിയിലുള്ള ആക്രമണത്തിൽ 5 ഭാരതീയർക്ക് പരിക്കേറ്റിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ തിരിച്ചടി ഇറാന് നൽകുകയാണ്. ഇറാന്റെ വിവിധ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രായേലിന്റെ പ്രത്യാക്രമണങ്ങൾ നടക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ കൂടി വരുന്നു. അതായത് പശ്ചിമേഷ്യ സംഘർഷത്തിൽ അയവില്ലാതെ തന്നെ അവിടെ കാര്യങ്ങൾ തുടരുകയാണ്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസാണ് വിവരങ്ങളുമായി ചേർന്നത്. ഇപ്പോൾ BJP